സൂര്യ സിംഗർ എന്ന് പറയുമ്പോൾ 2 ഷോയിലും പോയില്ലേ? തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലും ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് 8 വയസ്സ് സൂര്യ സിംഗർ ചെയ്യുന്ന സമയത്ത്. അന്ന് എനിക്ക് 8 വയസ്സ്. കഥ പറയുമ്പോൾ അന്ന് തുടങ്ങിയതാണ് കളി. അപ്പൊ അങ്ങനെ വേണുങ്ങളും ഒക്കെ എടുക്കുമായിരുന്നു അത്ര ചെറിയ പ്രായത്തില്. അതെ, അപ്പൊ അങ്ങനെ. ഇപ്പൊ അവരെയൊക്കെ വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവര് അങ്ങനെ തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമല്ലേ? അതെ, വേണമെങ്കിലൊക്കെ ഇപ്പോഴും അങ്ങനെ വലിയ ഇപ്പൊ വിഷ്ണുക്കുട്ടി തന്നെയാ. സ്റ്റാർ സിംഗറിൽ പോയതിനു ശേഷം വിഷ്ണുക്കുട്ടി എന്നാ വിളിക്കുക. അങ്ങനെ മാറ്റം. ഞാൻ അത്ര വയസ്സിന് ശേഷം, അത്ര വയസ്സൊന്നുമല്ല എന്നാലും ആ ഒരു ഇതൊന്നുമില്ല. ഇപ്പൊ എനിക്ക് 19 വയസ്സ്. ഈ 19 വയസ്സിന്റെ ഇടയ്ക്ക് ഈ ഇങ്ങനെ പങ്കെടുക്കാൻ ഏതൊക്കെ റിയാലിറ്റി ഷോയോ ബാക്കിയുള്ളത്? രസമാണല്ലേ? രസം പൊതുവെ കോമ്പറ്റീഷൻ അത്ര രസമല്ല. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഇതുണ്ടാവുമല്ലോ. നമുക്ക് നോർമൽ സ്റ്റേജ് ഷോസ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പൊതുവെ റിയാലിറ്റി ഷോസ് എന്ന് പറയുമ്പോൾ. പക്ഷെ എന്നാലും ഇത്രയും നല്ല നല്ല ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം. പക്ഷെ ആ റെസ്ട്രിക്ഷൻസിനുള്ളിൽ നിന്നിട്ട് കഴിവ് കാണിക്കുമ്പോഴല്ലേ രസം എന്ന് പറയുന്നത്. ഒരു ഷോയുടെ പാക്കേജസ് ഉണ്ടാവും, ചില പാട്ടുകൾ നമുക്ക് ചിലപ്പോൾ റൈറ്റ്സ് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മളത് പാടി പ്രതിഫലിപ്പിക്കുക. ചിലപ്പോൾ നമ്മുടെ ജോണർ ആയിരിക്കണമെന്നില്ല. അതെ, അതുണ്ട് കേട്ടോ. റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൂര്യ ടി വിയിലൊക്കെ പോകുന്ന ആദ്യം എൻ്റെ അങ്ങനെയാണ്. അതുവരെ എനിക്ക് ഇന്ന് ഒരു ലാംഗ്വേജ്, ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പാടുന്നത്. ഇതിപ്പോൾ എല്ലാ ലാംഗ്വേജ് പാടണം, ഇന്ന് എല്ലാ ജോൺറസും പാടണം, അങ്ങനെയൊക്കെ ഉള്ളത് റിയാലിറ്റി ഷോയിൽ വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് റൗണ്ട്സ് ഉണ്ടാവും. അത് ഒരു സിംഗർ ഫിനാലെ വരെ എത്തണമെങ്കിൽ ഹി ഓർ ഷീ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ഡൂയിങ് എവറിത്തിങ് എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിൻഡ് ആവും. ഒബ്വിയസ്ലി നമ്മൾ ട്രെയിൻഡ് ആവും. പിന്നെ ഒരു സ്ട്രെസ്സിൽ നിന്ന് എങ്ങനെ പെർഫോം ചെയ്യാം, പാടാം എന്നൊക്കെ ഉള്ളത് ആണ് മെയിനായിട്ട് നമുക്ക് കിട്ടുക. കാരണം പൊതുവേ ഒരു എലിമിനേഷൻ റൗണ്ടൊക്കെ വരുമ്പോൾ റിയാലിറ്റി ഷോയിൽ ബീജൊക്കെ വരും, ടും 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 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കങ്ങനെ എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി. അത് മറ്റൊരു തരത്തിലുള്ള നമുക്ക് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും സ്റ്റേജ് ഷോസിനൊക്കെ വരുമ്പോൾ പിന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തൂടെ? ഓഡിയൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് കേപ്പബിൾ ആവില്ലേ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്? അതെ അതെ, ഒബ്വിയസ്ലി. സ്റ്റേജ് ഷോസിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം സ്റ്റേജ് ഷോസിൽ പാടാനാ. കാരണം ജനങ്ങൾ ഇരിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് അവരെ ആ ലൈവായിട്ടുള്ള അവർക്ക് വരുന്ന ഇമോഷൻസ് എന്താണ്, അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള അറിഞ്ഞിട്ട് ഗിവ് ആൻഡ് ടേക്ക് പോലെ കൊടുക്കുന്നതാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. അത് ഭയങ്കര ഇഷ്ടം ലൈവ് ഷോസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റിയാലിറ്റി ഷോസിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസിലൂടെ പോകുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഇതുപോലത്തെ മെൻറ്ററിങ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ട്രെയിൻഡ് ആവും ഇങ്ങനെ പാടണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരുപാട് മെൻറ്റേഴ്സ് പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് സിംഗിങ് സ്റ്റൈല്, എങ്ങനെ അത് ഡെവലപ്പ് ആവണം, എന്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ റാപ്പേഴ്സ് വന്നിട്ട് സീൻ പിടിക്കുന്ന ഒരു കേരളമാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ ഒരു എനർജി എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. പിന്നെ ആ റാപ്പിൻ്റെ സ്റ്റൈലും അറിയാമല്ലോ. ഹിപ്പ് ഹോപ്പാണ് അവർ കൂടുതലും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹൈ എനർജിയിൽ ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് വിടുമ്പോൾ തിരിച്ചു കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഇങ്ങനെ തരിച്ചു വരില്ലേ, ആ ഒരു സാധനമാണ്. അവർ നമ്മൾ തമ്മിലൊരു കണക്ഷൻ വരും. സ്റ്റേജിൽ നിന്ന് പാടുന്നവരും നമ്മൾ ഓഡിയൻസും തമ്മിലൊരു ഭയങ്കര കണക്ഷൻ വരും. പക്ഷെ മറ്റ് ഇപ്പം നിങ്ങളൊക്കെ ചെയ്യുന്നതിനകത്തൊന്നും അത്ര വലിയൊരു സ്വഭാവം ചിലപ്പോഴൊക്കെ വന്നു പോയുള്ളൂ, ചില പാട്ടുകൾക്ക് കിട്ടുമെന്നല്ലാതെ. പക്ഷെ അതങ്ങനെ ടെമ്പോ നിലനിർത്തുന്ന കാണുമ്പോൾ നിങ്ങളൊക്കെ പോയി അത് കാണുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ഷോ ഇങ്ങനെ ആക്കണമെന്നാണോ? എന്താണ് അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ കൺഫൈൻ ചെയ്ത് അങ്ങനെ പാടല്ലേ, ഇന്ന് ഇത് മാത്രം പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എന്താണോ ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് അത് പാടുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറ്. ഒരു സിംഗറിൻ്റെ ഇതാണല്ലോ അത്. പിന്നെ ബാക്കി ഏതൊരു ഫീൽഡിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ സുഖമുള്ളൊരിതാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പറഞ്ഞല്ലോ, റാപ്പേഴ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഓഡിയൻസിൻ്റെ എനർജി, ബാക്കിയെല്ലാം നമ്മളൊരു സ്പേസിനുള്ളിലിരുന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നു, ആരും അറിയുന്നില്ല, അത് പുറത്തു പോകുന്നു, അങ്ങനെയല്ലേ. അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈവായിട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. അതെ, ലൈവാണ്, അത് ഭയങ്കര രസമാണ്. അപ്പോൾ അത് പാടിക്കൊടുക്കാന്നല്ലോ. പിന്നെ ഒരു ശരിക്കുള്ളൊരു ലിസണർ, പാട്ട് ആസ്വദിക്കുന്ന ആൾക്ക് അങ്ങനെ ഇന്ന പാട്ട് വേണമെന്നൊന്നുമില്ല. അതിപ്പം SPB സാറിൻ്റെ പാട്ടുകൾ ആസ്വദിക്കുന്ന എത്രയോ പേരുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് SPB സാറിൻ്റെ പാട്ട് കേട്ടാൽ ഇപ്പോഴും കരയും ആള്. വെറുതെ TV യിൽ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കേൾക്കായിരിക്കും, പക്ഷെ ഇങ്ങനെ കരയും. അത് പക്ഷെ ഇന്ന പാട്ടായിരിക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഡിഫറെൻറ്റ് ഇമോഷൻസ് വരും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്, പല പല നല്ല നല്ല പാട്ടുകൾ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. പാട്ടുകാരി മുമ്പിലിരുന്ന് എന്തായാലും പാടണം. എനിക്ക് തോന്നുന്നു ശരത് സാറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ശരത് സാറിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയല്ലോ. ശരത് സാറിൻ്റെ പാട്ട് ഓക്കെ.
പാടുക ശരത് സാറിന്റെ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ പാടണം, ശരത് സാർ ആയതുകൊണ്ട്. സാർ കുട്ടി പാടാൻ പോകുന്നുണ്ട്, ശ്രദ്ധിച്ചോളാം. ചിലപ്പോ നാളെ വരും. പിന്നെ എന്തായിരുന്നു വിളിക്ക, ഭൂതെന്നോ എന്തോ വിളിക്കൂ ശരത് സാറെ. കുട്ടിച്ചാത്താന്ന്. അതെ, കുട്ടിച്ചാത്താന്ന് വിളിക്കും ശരത് സാർ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ഈ കാറ് ഡ്രൈവ് ചെയ്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ഔട്ടില്ലേ, അതേപോലെ നിങ്ങൾ ഓരോ ഇതിലൂടെ പോകുമ്പോൾ ഞാനും ആ ഇതിലൂടെയൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ ഉള്ളുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കും ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട്. സാറ് പറഞ്ഞിട്ടുണ്ട് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും പാടിയ പാട്ടാണ് ശ്രീരാഗം. ഇനി പുള്ളിയും കൂടെ പാടാൻ ബാക്കിയുള്ളൂ. പാട്ടിന്റെ വഴിയിൽ എനിക്ക് തോന്നുന്നു ക്ലാസിക്കൽ കർണാട്ടിക്കാണോ പഠിച്ചത്? ഞാൻ ചെറുപ്പത്തിൽ കർണാട്ടിക്കായിരുന്നു പഠിച്ചത്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എനിക്ക്, ഒരുപാട് പേരെടുത്ത് ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. കർണാട്ടിക്ക മാത്രമേ പഠിച്ചിട്ടുള്ളൂ? കർണാട്ടിക്ക പഠിച്ചത്. എനിക്ക് ഹിന്ദുസ്ഥാനി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അത് നോർത്ത് ഇന്ത്യയിൽ തന്നെ പോയി പഠിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം. അവിടെ മുംബൈയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ പൊതുവെ എനിക്ക് അതിനോട് ഒരു ഫാസിനേഷൻ ഉണ്ട് ഇപ്പം. അപ്പം പൊതുവെ ഇപ്പം നമ്മൾ ഹിന്ദി റിയാലിറ്റി ഷോയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സിംഗേഴ്സ് എന്ന് പറയുമ്പം ഹിന്ദുസ്ഥാനി ട്രെയിൻഡ് ആണ്. അപ്പോൾ ആ ഒരു ഇതിനോട് എനിക്കൊരു അട്രാക്ഷൻ വന്നിട്ടുണ്ട്, ഹിന്ദുസ്ഥാനിനോട്. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെ, ഏതായാലും പെട്ടെന്ന് നടക്കട്ടെ. എല്ലാം അതിനകത്തൂടെ പോകുമ്പോഴാണല്ലോ നമുക്ക് ശരിക്കും അതിന്റെ ഉള്ളൊക്കെ മനസ്സിലാവുക. നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് പറയുന്നത് പോലെ അല്ലല്ലോ. ഇനിയൊരു വിദ്യാസാഗർ പാട്ട്. കാറ്റോട് മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം. അങ്ങനെയൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ രസമില്ല. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അത് ഭയങ്കര ഭംഗിയുള്ള പരിപാടിയാണ്. പുതുതായി കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് ആ ഫ്രഷ്നെസ് കൂടും. ചിലർ അംഗീകരിക്കില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ്റെ കാലത്ത് ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ പോലും അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നുണ്ട്. നല്ല പരിപാടി. നിങ്ങൾക്ക് ശരിക്കും പാട്ടെന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി പാട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരാളുടെ പ്രൊഫഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമ്മളത് പഠിക്കുകയാണല്ലോ. ചിലപ്പോൾ നമുക്ക് വേറെ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം. അതേപോലെ നിങ്ങൾക്ക് ശരിക്കും പാട്ട് തന്നെയാണോ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ്? അതായത് പാട്ടിങ്ങനെ പാടുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ പാടുന്നതാണോ? പാട്ട് പഠിച്ചു പോയതുകൊണ്ട് നമ്മൾ റിയാലിറ്റി ഷോസിന് പോകുന്നതാണോ? അതേ ഉള്ളിൽ പാട്ട് തന്നെയാണോ? അത് ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് എനിക്കറിയില്ല, പാടുമെന്നൊന്നും അച്ഛനമ്മയ്ക്ക് അറിയില്ലല്ലോ. അപ്പം ഞാൻ അമ്മേൻ്റെ പഴയ കുഞ്ഞി ഫോൺ എടുത്തിട്ട് ഇങ്ങനെ അലൈപ്പായുതേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ് ഉണ്ട് കൃഷ്ണൻ്റെ. അപ്പം അതിങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മേലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആ പാട്ട് ചെവിൻ്റെ അടുത്ത് വെച്ചിട്ട് കൂടെ ഇങ്ങനെ പാടുമായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്.